മെയ് 21 മലയാള സിനിമയിൽ രണ്ട് നായകൻ നടന്മാരുടെ ദിവസമാണ്. ഒന്ന് ദിലീപിൻ്റെ, അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിചാരണ വീണ്ടും പരിഗണിക്കുന്ന ദിവസം. മറ്റൊന്ന് മോഹൻലാലിൻ്റെ 65ാം ജന്മദിനം. ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷമായി, അതായത് 5-8 വർഷമായി കേരളത്തെ നടുക്കിയ, കേരളത്തെ മാത്രമല്ല ലോകത്ത് ഉള്ള മലയാളികളടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ആങ്സൈറ്റിയുള്ള ഒരു കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. അതിൻ്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. ഈ കേസിൽ 8ാം പ്രതിയാണ് പ്രശസ്ത നടനും നിർമ്മാതാവുമെല്ലാമായ ദിലീപ്. ആ ദിലീപ് ഈ കേസുമായി തുടരെ താനിതിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ കോടതികളും കയറിറങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജീവൻ മരണ പോരാട്ടം എന്ന നിലയിൽ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞും ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിട്ടുള്ളതാണത്. അവിടെയും അത് റിജക്റ്റ് ചെയ്തു. അപ്പം ആകെ ഒരു നെട്ടോട്ടമാണ്. ദിലീപിന് ഇഷ്ടപ്പെടുന്നവരും ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരും നടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്ത് സംഭവിക്കും? ദിലീപിനെ വെറുതെ വിടുമോ? നടിക്ക് നീതി കിട്ടുകയില്ലേ? 8ാം സ്ഥാനത്താണ് ദിലീപിൻ പ്രതിസ്ഥാനത്തുള്ള ദിലീപ്. 1ാം സ്ഥാനത്താണ്, 1ാം പ്രതിയാണ് പൾസർ സുനി. അങ്ങനെയുള്ളപ്പോൾ ദിലീപിനെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ ശിക്ഷ, ഇങ്ങനെയൊക്കെയാണ് ചർച്ച പോകുന്നത്. മറ്റു ചിലർ പറയുന്നത് കോടതിയുടെ കയ്യിൽ വളരെ വ്യക്തമായ തെളിവുകളെല്ലാം ഉണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ വെറുതെ വിടുമോ എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ മുന്നിൽ വരുന്ന തെളിവുകൾ അനുസരിച്ച്, അതിൻ്റെ കുറ്റത്തിൻ്റെ തീവ്രത അനുസരിച്ച് ശിക്ഷ വേണോ വേണ്ടയോ, അതല്ലെങ്കിൽ എത്ര വലുത് വേണോ ചെറുത് വേണോ, അതൊക്കെ തീരുമാനമെടുക്കും. പുറത്തു നിൽക്കുന്ന നമുക്ക്, എന്തിന് ഈ കേസിൽ ഉൾപ്പെട്ട വക്കീൽമാർക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഈ മെയ് 21 ഡേറ്റ് വന്നിരിക്കുന്നത്. മെയ് 21 ശരിക്ക് അത് വിധി പറയേണ്ട ഒരു ദിവസമാണ്. ശരിക്ക് ഈ കേസിൻ്റെ എല്ലാം കഴിഞ്ഞു. ദിലീപും സംഘവും കുറ്റം ചെയ്തിട്ടുണ്ടോ, വെറുതെ വിടണോ അതോ ശിക്ഷിക്കപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടിയിരുന്ന ഒരു ദിവസമായിരുന്നു മെയ് 21. പക്ഷേ ഈ മെയ് 21 വന്നിരിക്കുന്ന കാര്യം, ഈ കേസ് വീണ്ടും പരിഗണിക്കണമെങ്കിലുള്ള ചില കാര്യങ്ങൾക്കൊരു ലൂപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഈ കേസിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി കടന്നു വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞു എന്നല്ലേ. അപ്പോൾ ചോദിക്കുക എന്താണ് എന്നുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച പൾസർ സുനി ഒരു ടെലിവിഷനുമായി സംസാരിക്കുകയുണ്ടായി. അവർ രഹസ്യമായിട്ട് എടുത്തതാണെന്നാണ് പറഞ്ഞ് നമ്മളെല്ലാവരും കാണിച്ചിരിക്കുന്നത്. അതിൽ പൾസർ സുനി കാര്യങ്ങളെല്ലാം വളരെ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദിലീപായിട്ടുള്ള അടുത്ത ബന്ധം. ദിലീപ് 1.5 കോടി രൂപയാണ് ഈ കൊട്ടേഷന് കൊടുത്തിട്ടുള്ളത്. അതിൽ 70 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്, 80 ലക്ഷം കിട്ടിയിട്ടില്ല. വേറൊരു കാര്യം, കോടതിയിൽ ജയിലിൽ വെച്ച് ഞാൻ ക്രൂരമായ മർദ്ദനത്തിനിരയായി, അതായത് ഞാൻ കൊല്ലപ്പെടുമെന്ന് തോന്നി എഴുതിയത് പൾസർ സുനി തന്നെയാണ്. പക്ഷെ അത് പുറത്താകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. അത് ദിലീപിൻ്റെ കൈകളിൽ നേരിട്ട് എത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അത് പുറത്തായിപ്പോയി. ഇങ്ങനെ നിരന്ന് കുറേ കാര്യങ്ങൾ. മാത്രമല്ല ഈ നടിയോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നും പൾസർ സുനിക്ക് ഉണ്ടായിട്ടില്ല. അതൊരു കൊട്ടേഷൻ ആയതുകൊണ്ടും ആ നടിയോട് കൊട്ടേഷനാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ഈ കൊട്ടേഷൻ താങ്കൾക്ക് തരാമെന്ന് ഏറ്റിരിക്കുന്ന തുകയുടെ അതിനൊക്കെ കൂടുതൽ തുക ഞാൻ തരാമെന്ന് നടി പറഞ്ഞെങ്കിലും പൾസർ സുനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് മുതൽ
ഈ കൃത്യം അയാൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ പൾസർ സുനിയെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് അറിയുന്നുള്ളത് കൊണ്ട് തന്നെ ആ ഓഫർ പൾസുനി ഉപേക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ സുനി പറയുന്നത് എന്താ, എനിക്ക് ആ ഓഫർ സ്വീകരിക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട് എന്നുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഇതിന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടി നമുക്ക് വരുന്നുണ്ട് പലരും. എല്ലാ കാര്യങ്ങളിലും ഒരാൾ കുറേ പ്രാവശ്യം ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടതുകൊണ്ട് അയാൾ ജീവിതകാലം മൊത്തം ചെയ്തതെല്ലാം ക്രിമിനൽ കേസുകൾ മാത്രമായിരിക്കുമോ? അയാൾക്ക് ജീവിതത്തിൽ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? അയാൾക്ക് നന്മ ചെയ്യാൻ പറ്റില്ലേ? അയാൾക്ക് നേർവഴിക്ക് വരാൻ പറ്റില്ലേ? ക്രിമിനൽ എന്നും ജീവിതാവസാനം ക്രിമിനൽ മാത്രമായിരിക്കുമോ? ഇങ്ങനെയും ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ച നടക്കുമ്പോഴാണ് ഈ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് ഇത് ചർച്ചാ വിഷയമായത്. അതിന് തൊട്ടു മുമ്പ് തന്നെ ബാലചന്ദ്രകുമാർ ഈ കേസിൻ്റെ വിചാരണ വഴിത്തിരിഞ്ഞു പോകുമ്പോൾ ദിലീപ് അടക്കമുള്ളവർ വളരെ ആശ്വസിച്ചു പോകുന്നൊരു ഘട്ടത്തിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ, ഈ കേസിൻ്റെ രഹസ്യങ്ങൾ തെളിവുകൾ സഹിതം ഏൽപ്പിച്ചത് എന്നാലോചിക്കുന്നു. പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ സംഭവിച്ചു. അവിടെയും രക്ഷപ്പെടാൻ ലൂപ്പോൾ ഉണ്ട് എന്ന് ദിലീപും സംഘവും ദിലീപിനും വേണ്ടപ്പെട്ടവരും വിചാരിച്ചു. ഇപ്പോഴിതാ അപ്പോഴാണ് ഈ പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത്. ഇനിയും ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മളതേക്കുറിച്ച് പറഞ്ഞില്ല. കാരണം ഈ കേസിൽ വേറെയും ചില ആളുകൾ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് പൾസർ സുനി തുറന്നു പറഞ്ഞിട്ടില്ല. തുറന്നു പറയുകയാണെങ്കിൽ എന്നൊരു ക്ലോസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വീണ്ടും ഇപ്പം മെയ് 21 കഴിഞ്ഞാൽ ഈ കേസ് പിന്നെ അടുത്ത ഇതിൽ വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ഈ കേസിനൊരു അന്ത്യം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നവരാണ് ഇപ്പോൾ ഞങ്ങളടക്കമുള്ളവർ. അപ്പോഴും ഈ കേസ് അവസാനിക്കില്ല. ഈ കേസിന് വീണ്ടും തുടരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും വരും. അത് മെയ് 21 തന്നെ ഈ കേസിൻ്റെ വിചാരണ കഴിഞ്ഞെങ്കിലും ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി, അന്വേഷണം നടത്താൻ വേണ്ടി പൾസർ സുനി അടക്കം പറഞ്ഞ ചില കാര്യങ്ങൾ നിയമമായിരുന്നു കൊണ്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണത്. ഇങ്ങനെ പ്രതിയാണ് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രതിക്ക് ഇതുവരെ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതൊരു കുംഭസാര രഹസ്യം പോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അവസരത്തിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വിധി ഉണ്ടാവുന്നത് ശരിയായിരിക്കുമോ? അങ്ങനൊരു വിധി വന്നാൽ ഇത് പിന്നീട് അതിൻ്റെ ഇതിൽ കോടതിയിലേക്ക് പോവുകയില്ലേ എന്നൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ആശങ്കയിലാണ്. അവരുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ടാണെങ്കിൽ ദിലീപും സംഘവും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ കോടതി എങ്ങനെ എടുക്കും, കോടതി എങ്ങനെയാണ് കാണുക? അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് മാസം കൂടി നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്, വിധി പ്രസ്താവിക്കുമ്പോൾ നിരപരാധിയായ ഒരു വ്യക്തിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ആ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ ആരായാലും ശരി അവരുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ശിക്ഷിക്കപ്പെടേണ്ടത്.